നമുക്ക് എപ്പോഴും എങ്ങനെയാണ് പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കാൻ പറ്റുക? അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അതായത് നമ്മൾ വിചാരിക്കും നമുക്ക് സന്തോഷം ഉണ്ടാവാൻ കുറേ പണം ഉണ്ടാവണം, അല്ലെങ്കിൽ കുറേ വലിയ വീടുണ്ടാവണം, കാറുണ്ടാവണം, അതൊക്കെ ഉണ്ടായി നമുക്ക് സന്തോഷമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമോ? പക്ഷെ എന്നിട്ടും ആൾക്കാർ പോസിറ്റീവായിട്ടും സന്തോഷമായിട്ടൊക്കെ തന്നെയല്ലേ ഇരിക്കുന്നത്. ചില ആൾക്കാരാണ് എന്താ ചെയ്യുന്നത്, ചെറിയൊരു കാര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെന്താ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്താ പറയുക, അവരുടെ ആ ഒരു നെഗറ്റീവിലേക്കാണ് അവരെപ്പോഴും പോവുക. അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ആ പ്രശ്നത്തെ എപ്പോഴും നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചിട്ടാണ് അവരുടെ ആ ഒരു എനർജി കളയുന്നത്. അതിലൊരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഞാൻ വരികയാണെങ്കിലും നിങ്ങൾ വന്നതായാലും അതാ മോഹൻലാൽ വന്നാലും മമ്മൂട്ടി ആയാലും ഇനിയിപ്പോൾ ഏതാൾ വന്നാലും ഇപ്പം കൂടുതൽ വലിയ കോടീശ്വരന്മാരായാലും ആരായാലും ഭൂമിയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും എല്ലാ സൗകര്യം എല്ലാം ഒരേ കാര്യമാണ് ഈ ഭൂമിയിലുള്ളത് അല്ലേ. എല്ലാവർക്കും എന്താ നമ്മുടെ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ പൊതുവേ ഉള്ള എല്ലാതുണ്ട്. വെള്ളം വെളിച്ചം ഒക്കെ നമുക്ക് പ്രകൃതി തരുന്നുണ്ട്. പക്ഷേ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം ചിലപ്പോൾ നമ്മൾ വലിയ പണക്കാരുടെ വീട്ടിലാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചിട്ട് അവിടെ എല്ലാവർക്കും ഹാപ്പിയാണ്, അവരെല്ലാവരും പോസിറ്റീവായിട്ട് അടുപ്പിക്കണമെന്നൊന്നും ഉണ്ടാവില്ല. നമ്മളെല്ലാം സൗകര്യം വെച്ചിട്ട് നമ്മൾക്ക് കിട്ടിയ ജീവിതത്തെ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു എന്ന രീതിയിലാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. അത് നമ്മുടെ മൈൻഡ് സെറ്റിനെ ആശ്രയിച്ചിരിക്കും നമ്മളെങ്ങനെ ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നു. ഒരു പ്രശ്നം വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ കാഴ്ചപ്പാടാണ് അതിന് ഇതാകുന്നത്. അതായത് അത് നമ്മളെങ്ങനെ കാണുന്നു, അതിലൊരു പോസിറ്റീവായിട്ടാണോ അതിനെ നെഗറ്റീവായിട്ടാണോ നമ്മൾ കാണുന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ സന്തോഷം വരുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വലിയൊരു വീടൊക്കെ ഉണ്ട്, കാറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ആ വീട്ടിൽ നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ നമ്മളുടെ ആരെങ്കിലും നമ്മൾക്ക് തന്നെ എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഈ സന്തോഷമൊന്നുമല്ല അവിടെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പം നമ്മൾ ഡള്ളായി, അയ്യോ ഇതൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായി. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് കിട്ടിയ ഈ ഒരു ചെറിയൊരു ജീവിതമാണ് അല്ലേ. ഈ ഭൂമിയിൽ നമ്മൾ എത്ര കാലം ജീവിക്കും? നമുക്ക് ആർക്കും അത് മാത്രം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾക്ക് എത്ര കാലം ജീവിക്കാൻ കഴിയുന്നുള്ള കാര്യം. അപ്പം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ സമയത്തെ നമ്മൾ എങ്ങനെയൊക്കെ മാക്സിമം സന്തോഷത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. പല പ്രശ്നങ്ങളും നമ്മളുണ്ടാവും. നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ സന്തോഷം പോകുന്നത് അല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴും എന്താ ചിന്തിക്കുക, എനിക്ക് ഇതൊന്നും കരകയറാൻ പറ്റില്ല, എനിക്കെന്നും കഷ്ടപ്പാടാണ്, കഷ്ടകാലമാണ്, എനിക്ക് ജോലിയില്ല, എനിക്ക് ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ആ നെഗറ്റീവിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ കിട്ടും നമ്മൾക്ക്. കിട്ടാത്തതായിട്ടൊന്നുമില്ലല്ലോ, ശ്രമിച്ചാൽ കിട്ടാത്തതായി ഒന്നുമില്ല. പക്ഷെ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ എന്തായിരിക്കണം, അതിനെ പോസിറ്റീവായ രീതിയിൽ നേരിടാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം നമ്മൾക്ക് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെങ്ങനെ നേരിടുക, അതിനെങ്ങനെയെങ്കിലുമൊക്കെ നമ്മളതിനെ ഒഴിവാക്കാൻ, അതായത് സോൾവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിട്ട് അവിടെ ഇരിക്കുക. ആ പ്രശ്നം അങ്ങനെ തന്നെ പോയിക്കോളും. നമ്മൾ അതിലൊന്നും ചെയ്താലും ഇല്ലെങ്കിലും ആ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരികയും ചെയ്യും, അത് പോവുകയും ചെയ്യും. അതൊരിക്കലും എല്ലാ കാലവും നമ്മളെ കൂടെ തരുമൊന്നുമില്ല. ഉണ്ടോ? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കാലം നമ്മളെ കൂടെ ഉണ്ടാവും. ഒന്നെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തിനായിട്ട് നമ്മൾ ഒത്തുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പ്രശ്നം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതും അല്ലെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തിൽ സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഇതിനെയൊക്കെ നമ്മൾ എന്തായിട്ട് കാണണം, ഒന്നെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു കാര്യം പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത കാര്യം ചെയ്യാൻ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും, അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞ് നമുക്ക് അടുത്ത കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരു പ്രശ്നമില്ലാതെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ ശ്രമിക്കുക. ഏത് കാര്യത്തെയും നമ്മൾ നെഗറ്റീവായി ചിന്തിക്കാതെ വരുന്ന പ്രശ്നങ്ങളൊക്കെ അത് വരും പോകും എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുക. നമ്മൾക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റാൻ നമ്മളൊക്കെ കഴിയും. ഇപ്പോൾ ഒരാൾക്ക് എന്തും നമുക്ക് ഉപദേശങ്ങളൊക്കെ തരാൻ കഴിയും, അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. പക്ഷെ നമ്മൾ സ്വയം മാറാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ ഉപദേശങ്ങളൊന്നും കേട്ടിട്ട് ഒരു കാര്യം, നമ്മൾ സ്വയം മാറാൻ ശ്രമിക്കും. നമ്മുടെ ഉള്ളിൽ നമ്മളൊരാളുണ്ട്, ആ ആളിനെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ഒരാൾക്കും അറിയില്ല. ആ ആൾക്ക് വേണ്ട സന്തോഷമായാലും അയാൾക്ക് വേണ്ട എന്താണ് അയാളുടെ ഇഷ്ടങ്ങൾ, അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അയാളുടെ കാഴ്ചപ്പാട്, അയാളുടെ ജീവിത രീതിയെ കുറിച്ചൊന്നും അയാൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നില്ല. അയാൾ എപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായി മാറും. നമ്മൾ ജനിക്കുന്നു, പഠിക്കുന്നു, ജോലി നോക്കുന്നു,
അത് കഴിഞ്ഞിട്ട് കുടുംബമാവുന്നു, കുട്ടികളാകുന്നു, പ്രാരാബ്ധമാവുന്നു, അങ്ങനെ ജീവിച്ച് പോവുകയെന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഉള്ളിൽ ഒരാളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കുകയാണ്, പലപ്പോഴും അത് മറക്കുകയാണ്. ആ ആൾക്ക് വേണ്ട സന്തോഷം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യജിക്കും. ഇതൊന്നല്ല, നമ്മളുടെ ഉള്ളിലുള്ള ഒരാളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ദുഃഖിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കില്ല. എന്ത് വന്നാലും ആ ആളുടെ സന്തോഷിപ്പിക്കാനുള്ള ഒരു കാരണം നമ്മൾ കണ്ടെത്തിയിരിക്കണം. വരുന്ന പ്രശ്നങ്ങളൊക്കെ പുറത്തുള്ളതാണ്, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഒരാൾക്ക് വേണ്ട സന്തോഷം കൊടുക്കണം എന്നുള്ളത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് നമ്മൾക്ക് മാത്രമേ കഴിയുള്ളൂ, അതിന് നമ്മൾ ശ്രമിക്കണം. അപ്പം നമ്മളെപ്പോഴും എന്തായിരിക്കണം, നമ്മുടെ ഉള്ളിലുള്ള ആളായിട്ട് നമ്മളെപ്പോഴും കോണ്ടാക്ട് ചെയ്യും. ആ ആളായിട്ട് സംസാരിക്കുക, എന്താ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മുടെ ഉള്ളിലുള്ള, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനും, പുറത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പറയാത്തതുകൊണ്ട് നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കുക. നമ്മളോട് തന്നെ ഒരു എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. നമ്മുടെ റിലേഷൻ എപ്പോഴും നമ്മളോടായിട്ട് ഉണ്ടാകും. എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ഉപേക്ഷിക്കണമെന്നല്ല, അവരുടെയൊക്കെ കാര്യങ്ങൾ, നമ്മളുടെ റെസ്പോൺസിബിലിറ്റികളൊക്കെ നമ്മൾ എടുക്കുക. അതിനേക്കാളൊക്കെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളുള്ള ആളാണ്. ആ ആൾക്ക് സന്തോഷവും ഹാപ്പിനെസ് ആയാലും പോസിറ്റിവിറ്റി ആയാലും എല്ലാം നമ്മളെക്കാണ് കൊടുക്കാൻ കഴിയുക. അത് നമ്മൾ കൊടുക്കുക, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും നമ്മളെ ദുഃഖിപ്പിക്കില്ല. എനിക്ക് ഉറപ്പാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മറ്റുള്ളവർ അതെങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ സ്നേഹം, എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനാണ്. എന്നെക്കാൾ നന്നായി എന്നെ സ്നേഹിക്കാൻ വേറെ ആൾക്കും കഴിയാമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് എന്നെ സങ്കടപ്പെടുത്താനോ എനിക്കൊരു നെഗറ്റീവ് എനർജി തരാനോ ഞാൻ ഒരിക്കലും ഒരു അവസരം ഉണ്ടാക്കില്ല. ഞാൻ ശ്രമിക്കില്ല പുറത്തുനിന്നൊരു അവസരം ഉണ്ടാക്കാൻ. ഞാൻ എന്നെ ഡള്ളാക്കാൻ ഞാൻ ശ്രമിക്കില്ല. എപ്പോഴും ഞാൻ പോസിറ്റീവായി എനർജി ആയിരിക്കാനും ഞാൻ ശ്രമിക്കുക. അതുപോലെ എല്ലാവരും മാറണം. അവരവരുടെ ഉള്ളിലുള്ള ഒരാളെ തിരിച്ചറിഞ്ഞ് അവനവൻ്റെ വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ അവനവൻ തന്നെ തീരുമാനിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ആൾക്ക് സന്തോഷം നമ്മൾ കൊടുക്കണം. അത് പുറത്തുനിന്ന് ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല്. ഒരിക്കലും അത് മറ്റൊരാൾക്കല്ല. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും പോസിറ്റീവായിട്ടും ഇരിക്കുക.